എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ 44ാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 43 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ എക്സൽ അറിയില്ലാത്തവർ ബിഗിനേഴ്സിനും അതുപോലെ എക്സൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ക്ലാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ എല്ലാം സഹിതം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ ഓർഡർ അനുസരിച്ച് ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, അങ്ങനെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ളവരെ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സലില് നമ്മളിപ്പോ ഓഫീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റോയിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റോയിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനെ ഡിഫറെന്റ് റോസിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡിഫറെന്റ് റോസിൽ കൊടുത്തിരിക്കുന്നതിനെ ഒരു വൺ റോയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. സാധാരണ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ യൂസ്ഡ് ബൈ മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്, ഇത്രയും പോർഷൻ നമുക്ക് നെക്സ്റ്റ് റോയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ചെയ്യുന്ന നമ്മളതിന് സെലക്ഷൻ കൊടുക്കുക, കട്ട് ചെയ്യാം. Ctrl+X അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് റോയിലാണോ വേണ്ടത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. Ctrl+V പേസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ പേസ്റ്റ് കൊടുത്താൽ മതി. സാധാരണ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ എക്സൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യുവാൻ, കാരണം ഇതിനൊക്കെ കുറെ ടൈം വേണ്ടി വരും. അപ്പൊ നമ്മളിത് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു റോയിൽ നിന്ന് ഡിഫറെന്റ് റോയിലേക്ക് കൊണ്ടുവരാം, ഡിഫറെന്റ് റോയിൽ നിന്ന് വൺ റോയിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നതാണ് ജസ്റ്റിഫൈ. അതായത് ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്നതാണ് ജസ്റ്റിഫൈ. ഹോം ടാബില് ഫില്ലില് നമുക്ക് ജസ്റ്റിഫൈ ഉണ്ട്. ഇനി അലൈൻമെന്റ് ഓപ്ഷനില് നമുക്ക് അതിന്റെ മെനൂസ് ഉണ്ട്, അലൈൻമെന്റ് സെറ്റിംഗ്സ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻമെന്റിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമുക്ക് ജസ്റ്റിഫൈ ഉണ്ട്. ഹൊറിസോണ്ടലിലും ഉണ്ട്, വെർട്ടിക്കലിലും നമുക്ക് ജസ്റ്റിഫൈ ഉണ്ട്. നമ്മൾ ഓക്കെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഹോം ടാബിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫില്ല് വഴി ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്തുള്ളൂ, അതായത് ഒരു കോളം. ആ ഒരു കോളം മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഫ്രണ്ട് റോസ് ആയിരിക്കും, പക്ഷെ ആ ഒരു കോളത്തിൽ മാത്രമേ നമുക്ക് സെലക്ഷൻ വരുള്ളൂ. അതല്ല നമ്മൾ സെലക്ഷൻ കൊടുക്കുന്ന ഒരു ത്രീ റോസ്, അതായത് നമ്മൾ സെലക്ഷൻ കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പൊ 3 ആണെങ്കിൽ 3 കോളത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും, 4 ആണെങ്കിൽ 4 കോളത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അല്ലെങ്കിൽ 3 കോളത്തിലാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര റോസ് നമ്മൾ സെലക്ഷൻ കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഫിൽ എടുക്കുക, ജസ്റ്റിഫൈ എടുക്കുക. അപ്പൊ നമുക്ക് വൺ റോയിൽ കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് റോസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇതിൽ മതിയെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സെലക്ഷൻ കൊടുക്കുക. വൺ കോളത്തിൽ മതിയെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഫില്ല് കൊടുക്കുക, ജസ്റ്റിഫൈ കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ വൺ കോളത്തിലുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നിൽക്കും. അതല്ല എങ്കിൽ നമുക്ക് നമുക്ക് ഈ ഡിഫറെന്റ് റോസിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് ഒരു വൺ റോയ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ കേസ് നമ്മൾ ചെയ്യുന്ന ഈ ഫുൾ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ റോസ് ഏകദേശം എവിടെ വരെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്തതിന് ശേഷം, അതായത് ആ വൺ ലൈൻ എവിടെ വരെ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഫില്ലെടുക്കുക, ജസ്റ്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ വൺ റോയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതാണ്, നമുക്ക് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.